പല റോഡുകളിലും അപകടം പതിയിരിക്കുന്നുവെന്ന് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരമൊരു റോഡിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. കോഴിക്കോട് കയ്യിട്ടപ്പൊയിൽ റോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപകടങ്ങൾ തുടക്കത്തെയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ജനങ്ങളുടെ പരാതി. മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിൻ്റെ വീതി കുറവും അതുപോലെ കാഴ്ച മറയ്ക്കുന്ന റോഡിലെ മരങ്ങളുമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. നമുക്ക് നോക്കാം. അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇവിടെ സൂചനാ ബോർഡുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ലെ പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ ഇവിടെ വെച്ച് ആംബുലൻസ് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിലാണ് ഇപ്പോഴത്തെ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന്റെ കാലിന് പരുക്കേറ്റത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു കാലിന്റെ പരുക്ക് പൂർണ്ണമായും ഭേദപ്പെട്ടിട്ടില്ല. അന്നു മുതൽ ഈ റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി റോഡ് വീതി കൂട്ടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. രാത്രികാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിത്യസംഭവമാണ് അപകടം. വാഹനം നേരത്തെ തന്നെ MLAയുടെ ഒക്കെ അപകടം ഉണ്ടായ ഒരു സ്ഥലമാണ്. ഇവിടെ എന്നെന്ന് പറഞ്ഞ പോലെ വാഹനങ്ങൾ അപകടം. ഈ വളവിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ വേര് പോലും റോഡുമേലേക്ക് മറിഞ്ഞു നിൽക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വീണ്ടും വലിയ അപകടങ്ങൾ ഇവിടെ സംഭവിക്കും. അധികൃതർ ഇത് എത്രയും പെട്ടെന്ന് ഇതിന് കണ്ണു തുറന്ന് കാണണം മാത്രമാണ് നമുക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി റോഡ് വീതി കൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് വീതി കൂട്ടുക, അല്ലെങ്കിൽ മരങ്ങൾ മുറിക്കുക നിർബന്ധമാണ്. ആ മരമൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുക, ആ പകുതി വേരൊക്കെ പിന്നെ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിന്റെ നവീകരണത്തിനായി 5 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇത് ഭരണാനുമതിക്കായി കൊടുത്തിരിക്കുകയാണ് എന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. നവീകരണത്തിന്റെ ഭാഗമായി 72 മരങ്ങളാണ് മുറിച്ചു മാറ്റേണ്ടത്. ആവർത്തിക്കപ്പെടുന്ന അപകടങ്ങൾക്ക് അറുതി ഉണ്ടാവേണ്ടതുണ്ട്. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ അനിവാര്യമാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുമരാമത്ത് വകുപ്പും മുക്കം മുനിസിപ്പാലിറ്റിയും എത്രയും വേഗം ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. നാട്ടുകാർ ഞങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളിലേക്ക്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ കാണുന്ന ഈ മാവ് ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തെങ്കിൽ കൂടിയിട്ട് മുനിസിപ്പാലിറ്റി ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സാധിച്ചിട്ടില്ല. പിന്നെ ഇതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാറ് ഓട്ടോറിക്ഷയായിട്ട് അപകടം നടന്നു. അന്ന് പഞ്ചായത്ത് അറിഞ്ഞ ഞാനാണ്. അത് കഴിഞ്ഞിട്ട് കാറ് മലക്കം പറഞ്ഞു, ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലിൻഡോ ജോസഫിന്റെ കാല് ഒടിഞ്ഞത് ഇവിടുന്ന ഒരു ആംബുലൻസ് അപകടത്തിൽ. ഇത്രയൊക്കെ ആയിട്ടും അധികൃതർക്ക് വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ കാല് ഒക്കെ ശരിയായി പിന്നെ ലിൻഡോ ജോസഫ് MLA ആയിട്ട് പോലും ഈ മാവൊന്ന് മുറിച്ച് ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ അവസ്ഥ തീരെ വീതിയില്ല. മാത്രമല്ല ഈ മരങ്ങളൊക്കെ ഈ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് അപകടങ്ങളുണ്ടാവും. ഇപ്പോൾ MLA ഇടിച്ചൊരു മരമാണ് ഇപ്പോൾ ആ മരം കിടക്കുന്നത്. അത് ഇടിച്ചു കഴിഞ്ഞപ്പോൾ കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തീരെ വീതിയില്ല, ആൾക്കാർക്ക് നടന്നു പോകാനുള്ള മാർഗ്ഗമല്ല. മാത്രമല്ല ഒരു വണ്ടി വന്ന വേറെ വണ്ടിക്ക് പോകാനുള്ള സൗകര്യമില്ല. ഒരു വണ്ടിനെ കാണുന്നുമില്ല. ഒരു വളവും തിരിവുകളും ആയതുകൊണ്ട് തീരെ വീതിയും സൗകര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണിത്. ഇവിടെ മരങ്ങളെ കൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. റോഡിൻ്റെ സൈഡിൽ, അതായത് ചില വളവുകളിലുണ്ട്, അല്ലാത്ത സ്ഥലത്ത് പല അപകടങ്ങളും ഈ മരം കൊണ്ട് നടക്കുന്നുണ്ട്. ഈ റോഡ് സൈഡിൽ തന്നെയാണ്, ഒരു വളവിലാണ് ഈ മരങ്ങളുള്ളത്. അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ ഈ അപകടങ്ങളുണ്ട്. ഇത് വേണ്ട രീതിയിൽ മുനിസിപ്പാലിറ്റിയോ ആരാന്ന് നോക്കിയിട്ട്, വനംവകുപ്പോ ആരാന്ന് നോക്കിയിട്ട് ഇത് മുറിച്ചു മാറ്റണം എന്നാണ് ഞങ്ങളെ ഈ നാട്ടുകാരെ അഭിപ്രായം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.